ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ UKG ക്ലാസ്സിലെ ചെറിയൊരു പോർഷനാണ് നോക്കാനായിട്ട് പോകുന്നത്. UKG കുട്ടികളെല്ലാം റെഡിയല്ലേ? യെസ്. എന്നാൽ വേഗത്തിൽ പോയി ബുക്കും പെൻസിലുമായിട്ട് വന്നേ. എല്ലാവരും ബുക്കും പെൻസിലുമായിട്ട് വന്നേ. UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കും UKG പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഇത് അറിയാവോ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? വേഗത്തിൽ ബുക്കും പെൻസിലുമായിട്ട് വന്നേ. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ ബുക്കും പെൻസിലായിട്ട് വന്നോളൂ. ആ സമയം ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈൻ 2025-2026 വർഷത്തെ LKG UKG ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. LKG UKGയുടെ 2025-2026 ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ കിഡ്സ് ഏരിയ ഓൺലൈൻ ഉണ്ട്. അതല്ലാതെ നിങ്ങളുടെ കുട്ടി ഏത് രാജ്യത്താണെങ്കിലും അവിടെ ഇരുന്ന് LKG UKG പഠിച്ച് സർട്ടിഫിക്കറ്റോട് കൂടി 1ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ജൂൺ 5-നാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 ജൂൺ 5-നാണ്. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 10 മന്ത്സ് സ്കൂളിലൊക്കെ ഉള്ളതുപോലെ 10 മന്ത്സ് ക്ലാസ് ആണ്. 10 മന്ത്സ് ക്ലാസ്സിൽ പങ്കെടുത്ത് അതുപോലെ എല്ലാ എക്സാം എഴുതി ആനുവൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഒക്കെ നൽകുന്നതാണ്. വാല്യൂ ഉള്ളതാണ്. നിങ്ങൾക്ക് മറ്റ് സ്കൂളുകളിൽ പോയി 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എവിടെയാണെങ്കിലും, രാജ്യത്തിൻ്റെ എവിടെയാണെങ്കിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അഡ്മിഷൻ എടുക്കാനായി ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. LKG UKG അഡ്മിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഡൗട്ട് വരുന്നതാണ്, എൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്കായിട്ട് ഈവനിങ് ബാച്ചിൽ അവർക്ക് ട്യൂഷൻ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. LKG UKGക്ക് ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ പോകാത്ത കുട്ടികളാണെങ്കിൽ ഡേ ടൈമിൽ അവർക്കായിട്ട് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഈവനിങ്ങും സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് ഡേ ടൈമുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ബുക്കുകളായിട്ട് എത്തിയോ? അങ്ങനെയാണ് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ നോക്കി, ഇവിടെ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ഗിഫ്റ്റ്സ്, സമ്മാനങ്ങളുണ്ട്. ഈ ഗിഫ്റ്റ് ബോക്സിനകത്ത് 7 ഗിഫ്റ്റ്സ്, 7 സമ്മാനങ്ങളുണ്ട്. 7 ഗിഫ്റ്റ്സ്. ഈ ഗിഫ്റ്റ് ബോക്സിനകത്തോ 4 ഗിഫ്റ്റ്സ്, 4 സമ്മാനങ്ങളാണുള്ളത്. എന്നാൽ 7 ഗിഫ്റ്റ്സ് ആണോ, 7 എണ്ണമാണോ കൂടുതൽ, 4 എണ്ണമാണോ? ഏറ്റവും ബിഗ് നമ്പർ, സർക്കിൾ ദ ബിഗസ്റ്റ് നമ്പർ. ഏറ്റവും വലിയ നമ്പറിന് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. വേഗത്തിൽ സർക്കിൾ ചെയ്തേ. സർക്കിൾ ദ ബിഗസ്റ്റ് നമ്പർ. വേഗത്തിൽ പറഞ്ഞ് 7 ആണോ 4 ആണോ? നിങ്ങളുടെ കയ്യിൽ ബുക്കും പെൻസിലുണ്ടെങ്കിൽ 7 4 എന്ന് എഴുതിയ ശേഷം ബിഗസ്റ്റ് നമ്പർ, വലിയ നമ്പറിന് എന്ത് ചെയ്യാം? ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യാം. വേഗത്തിൽ ചെയ്തേ. 7 ആണോ 4 ആണോ ബിഗസ്റ്റ് നമ്പർ? ഓക്കെ. ആൻസർ എഴുതിയോ? സർക്കിൾ ചെയ്തോ? അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ എഴുതിയോ? 7 ആണോ 4 ആണോ നിങ്ങളുടെ ബുക്കിൽ എഴുതിയോ? എഴുതി. ഓക്കെ. അപ്പോൾ നമുക്ക് ശരിയാണോ നോക്കാം. ടീച്ചർ ഇവിടെ സർക്കിൾ ചെയ്യുന്നില്ല. നിങ്ങൾ സർക്കിൾ ചെയ്ത നമ്പർ ശരിയാണോ എന്ന് നോക്കാൻ പോവാ കേട്ടോ. ആൻസർ ഈസ് 7. ശരിയാണോ? ശരിയാണോ? എന്നാലും ഒരു ടിക്ക് മാർക്ക് കൊടുക്കൂ. നിങ്ങളുടെ പാരന്റിനോട് പറഞ്ഞൊരു ടിക്ക് മാർക്ക് മേടിച്ചേ. മേടിച്ചു അല്ലേ? ഓക്കെ. 2ാമത്തെ ചോദ്യം നൽകട്ടെ. 2ാമത്തെ ക്വസ്റ്റ്യൻ 21, 29. ഇതിൽ ബിഗസ്റ്റ് നമ്പർ ഏതാ? വലിയ നമ്പർ ഏതാ? 21 ആണോ 29 ആണോ? 21ഉം 29 നിങ്ങളുടെ ബുക്കിൽ എഴുതുക. എന്നിട്ട് ബിഗസ്റ്റ് നമ്പറിന് സർക്കിൾ ചെയ്യുക. ഇപ്പോൾ ടീച്ചർ കറക്റ്റ് ആൻസർ പറയുമ്പോൾ ശരിയാണോ എന്ന് നോക്കാം. 21 ആണോ 29 ആണോ? 21, 29. സർക്കിൾ ദ ബിഗസ്റ്റ് നമ്പർ. ഇതിൽ ബിഗസ്റ്റ് നമ്പറിന് സർക്കിൾ ചെയ്യുക. ഏതാണ് ശരി ഉത്തരം? ഏതാ? 21? നോ. 29? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ശരി ഏതാണെന്ന് നോക്കാം. The right answer is 29. ആർക്കൊക്കെ ശരിയാ? ആണോ? ഓക്കെ. പാരന്റിന്റെ കയ്യിൽ നിന്ന് സൈൻ മേടിച്ചോളൂ, ഒരു ടിക്ക് മാർക്ക് മേടിച്ചോളൂ. യെസ്, വെരി ഗുഡ്. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റിപ്പോർ വിഷമിക്കണ്ട കേട്ടോ. 21-നെക്കാളും വലുതാണ് 29. തേർഡ് ക്വസ്റ്റ്യൻ, 1532. 1532. ഇതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ ഏറ്റവും വലുത് ഏതാ? 15 ആണോ 32 ആണോ? ഓക്കെ, 15 സ്വീറ്റ്സ് ആണോ കൂടുതൽ, 32 സ്വീറ്റ്സ് ആണോ കൂടുതൽ? വേഗത്തിൽ എഴുതിയേ. 1532 എഴുതി കഴിഞ്ഞിട്ട് ബിഗ്ഗസ്റ്റ് നമ്പറിന് ചുറ്റും സർക്കിൾ ചെയ്യാം. 15 ആണോ 32 ആണോ? ആൻസർ എന്താ? ഓക്കെ, ശരിയാണോ നോക്കാം. ആൻസർ ഈസ് 32. 32 ഈസ് ദ ആൻസർ. ആർക്കൊക്കെ കറക്റ്റാ? ഓക്കെ, കറക്റ്റ് അവർ വീണ്ടും പാരന്റിന്റെ കയ്യിൽ നിന്ന് ടിക്ക് മാർക്ക് മേടിച്ചോളൂ. യെസ്. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2030. 2030. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. 2030. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. 20 ആണോ 30 ആണോ? 20 ആണോ 30 ആണോ വലുത്? 20 സ്വീറ്റ്സ് ആണോ 30 സ്വീറ്റ്സ് ആണോ കൂടുതൽ? അപ്പോൾ അതിൽ നിന്ന് ബിഗ് മനസ്സിലാവും. ബിഗ് നമ്പർ, ബിഗ്ഗസ്റ്റ് നമ്പറിന് സർക്കിൾ ചെയ്യാം. ഏറ്റവും വലിയ സംഖ്യ സർക്കിൾ ചെയ്യാം. ആൻസർ എഴുതിയോ? സർക്കിൾ ചെയ്തോ? ആൻസർ പറയട്ടെ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് 30. 30 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. ആർക്കൊക്കെ ശരിയായി? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പാരന്റിനെ കഴിഞ്ഞ് ടിക്ക് മാർക്ക് മേടിക്കൂ, ടിക്ക് മാർക്ക് മേടിക്കൂ. ലാസ്റ്റ് എത്ര ടിക്ക് മാർക്ക് കിട്ടിയെന്ന് പറയണോ കേട്ടോ. 30 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4334. 4334. Circle the biggest number. Circle the biggest number. 4334. ഇതിൽ ഏതാ വലുത്? ഏതാ വലുത്? വേഗത്തിൽ എഴുതി സർക്കിൾ ചെയ്തേ. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. 43 ആണോ 34 ആണോ? 43 34. ആൻസർ എഴുതിയോ? സർക്കിൾ ചെയ്തോ? ഓക്കെ, ആൻസർ ടീച്ചർ പറയട്ടെ. കറക്റ്റ് ആണോ നോക്കാം. ആൻസർ ഈസ് 43. 43 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. 43 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. ശരിയാണോ? എന്നാ പാരന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു ടിക്ക് മാർക്ക് മേടിക്കൂ. മേടിച്ചോ? 5 മാർക്സ് ആയോ? 5 ടിക്ക് മാർക്സ് കിട്ടിയോ? തെറ്റിപ്പോരും വിഷമിക്കണ്ട കേട്ടോ. 4 ആയാലും 3 ആയാലും വിഷമിക്കണം. നിങ്ങൾ വീണ്ടും അറ്റൻഡ് ചെയ്താൽ ഫുൾ സ്കോർസ് മേടിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. 50 45. 50 45. 50 ആണോ വലുത് 45 ആണോ വലുത്? 50 ആണോ 45 ആണോ വലുത്? 50 45. ഇതിൽ ഏതാ വലുത്? വേഗത്തിൽ ആൻസർ എഴുതിക്കോളൂ. 50 45. ഏതാ വലുത്? 50 ആണോ 45 ആണോ? ആൻസർ എഴുതിയോ? ആൻസർ എഴുതിയോ? ആൻസർ ഈസ് ദ റൈറ്റ് ആൻസർ ഈസ് 50. 50 ആണ് വലുത് കേട്ടോ. 50 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. 45 അല്ല, 50 ആണ്. ഓക്കെ, ശരിയാണോ? ശരിയാണോ? ടിക്ക് മാർക്ക് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1330. 1330. Circle the biggest number. 1330. 1330. Circle the biggest number. Circle the biggest number. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 13 ആണോ 30 ആണോ? വേഗത്തിൽ എഴുതി സർക്കിൾ ചെയ്തേ. 13 ആണോ 30 ആണോ വലുത്? ആൻസർ പറയട്ടെ. ടീച്ചർ ആൻസർ പറയട്ടെ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് 30.
30 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. 13 അല്ല, 30. ഓക്കെ, ശരിയായ ഒരു ടിക്ക് മാർക്ക് മേടിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ 20 and 12. 20, 12. 20, 12. 20, 12. Circle the biggest number. 20, 12. ഇതിൽ ഏതാണ് വലിയ നമ്പർ? 20 ആണോ 12 ആണോ? എഴുതി സർക്കിൾ ചെയ്തേ. 20 ആണോ 12 ആണോ വലുത്? ഏതാ ശരി ഉത്തരം? 20 ആണോ 12 ആണോ വലിയ സംഖ്യ? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ? സർക്കിൾ ചെയ്തോ? ആൻസർ പറയട്ടെ. The right answer is 20. ശരിയായ ഉത്തരം എന്താ? 20 ആണ് വലുത്, 12 അല്ല, 20 ആണ് വലുത്. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ. യെസ്, ടിക്ക് മാർക്ക് മേടിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 49, 50. 49, 50. 49 ആണോ 50 ആണോ വലുത്? 49, 50. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ. 49ഉം 50 നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഇതിൽ ബിഗ്ഗസ്റ്റ് നമ്പറിന് സർക്കിൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ക്വസ്റ്റ്യൻ എഴുതി തരും. നിങ്ങൾ എന്ത് ചെയ്യുക? ശരിയായ ഉത്തരത്തിന് സർക്കിൾ ചെയ്യുക. സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ 49 or 50. ഏതാണ് ശരി ഉത്തരം? ആൻസർ എഴുതിയോ? എഴുതിയോ? ഓക്കെ. ദ റൈറ്റ് ആൻസർ, ശരിയായ ഉത്തരം 50. ശരിയായ ഉത്തരം ഏതാ? 50 ആണ്. ആർക്കൊക്കെ ശരിയാ? യെസ്, ടിക്ക് മാർക്ക് നൽകിക്കോളൂ. പാരൻസിന്റെ കയ്യിൽ നിന്ന് ടിക്ക് മാർക്ക് മേടിച്ചോളൂ. മേടിച്ചോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 29, 20. 29, 20. Circle the biggest number. 29, 20. 29 29 ആണോ വലുത്? 20 20 ആണോ വലുത്? 29, 20. Circle the biggest number. ഏറ്റവും വലിയ സംഖ്യ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. 29 ആണോ 20 ആണോ വലുത്? വേഗത്തിൽ സർക്കിൾ ചെയ്തേ. വേഗത്തിൽ സർക്കിൾ ചെയ്തേ. യെസ്, ശരിയായ ഉത്തരം പറയട്ടെ. ആൻസർ എഴുതി കഴിഞ്ഞോ? കറക്റ്റ് ആൻസർ പറയട്ടെ. 29. ആർക്കൊക്കെ ശരിയാ? യെസ്, 29. വെരി ഗുഡ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ആർക്കൊക്കെ ശരിയായി? എല്ലാ ക്വസ്റ്റ്യൻസും ശരിയായ ആരൊക്കെയുണ്ട്? ഓക്കെ, വെരി ഗുഡ് ചിൽഡ്രൻ. മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട. 10 പോയിന്റ്സിൽ താഴെ മാർക്ക് കിട്ടിയവർ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മനസ്സിലായാലും, ഇപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങളിത് വീണ്ടും അറ്റൻഡ് ചെയ്യുക. ഫുൾ സ്കോർസ് മേടിക്കുക കേട്ടോ. എല്ലാ മാർക്സും മേടിക്കാം. അപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഫുൾ ടിക്ക് മാർക്ക് കിട്ടിയവർ എന്ത് ചെയ്യുക? ഒരു വെരി ഗുഡ് കൂടെ മേടിക്കുക. വെരി ഗുഡ് കൂടെ മേടിച്ചേ. പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വെരി ഗുഡ് കൂടെ മേടിച്ചേ. യെസ്, ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.